Radiological protection. Okay, good morning all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. കഴിഞ്ഞ ക്ലാസ് കുറച്ച് ലേറ്റ് ആയല്ലേ? Yes, ma'am. മാം ഒരു ഹെൽപ്പ് ചെയ്യുക ക്ലാസ് തുടങ്ങുന്നതിന് ഇതുവരെ മാം ഏതൊക്കെ ചാപ്റ്റർ എടുത്തിട്ടുള്ളത് ഒന്ന് പറഞ്ഞു തരുമോ? അപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിലൊന്നും കയറിയിട്ടില്ല? ഇല്ല, കുറച്ച് ക്ലാസ് മിസ്സായേ. ഉണ്ണിക്ക് വയ്യാഞ്ഞിട്ട് ഹോസ്പിറ്റലൊക്കെ ഇതായ കാരണം ഇപ്പൊ മോക്ക് ടെസ്റ്റിൽ കുറെ ചാപ്റ്റേഴ്സ് അറിയാത്ത കാരണം ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഒന്നും അറിയണില്ല. അപ്പൊ മാം ഇതുവരെ എടുത്തിട്ടുള്ള ചാപ്റ്റേഴ്സിന്റെ ഇതൊന്ന് പറഞ്ഞു തന്നാൽ മതി. ഞാനപ്പോ മൊഡ്യൂൾസ് നോക്കിക്കോളാം. ഓക്കെ, നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ടൊന്ന് ആരെങ്കിലും ഒന്ന് കമന്റ് ഒന്ന് ആർക്കൊന്ന് പറഞ്ഞു കൊടുക്കണേ. നമ്മളെ പല ഓരോ ഡിവിഷനിൽ എടുക്കണോണ്ടേ ചിലപ്പോ കൺഫ്യൂഷൻ ആണ്. നമ്മൾ എന്തായാലും ഫസ്റ്റ് ക്ലാസ് ഒരു ICUന്റെ ക്ലാസ് എടുത്തായിരുന്നു. ദെൻ ഇപ്പോ കഴിഞ്ഞത് നമ്മള് ഹോസ്പിറ്റൽ വാർഡ് എടുത്തായിരുന്നു. ദെൻ പിന്നെ നമ്മൾ ഏതായിരുന്നു ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് കഴിഞ്ഞായിരുന്നു. ICU, transfer of patient, inpatient department, hospital ward. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പിന്നെ ഹോസ്പിറ്റൽ വാർഡ്സ് അത്രയാണ് കേട്ടോ നമ്മളിപ്പോ എടുത്തേക്കുന്നത്. 4 കഴിഞ്ഞു. 4 ചാപ്റ്റർ കഴിഞ്ഞായിരുന്നു. ചെറിയ ചെറിയ ചാപ്റ്ററുകളായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് 4 നമുക്ക് അത്യാവശ്യം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തെങ്കിലും അത് സംബന്ധിച്ച ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ മറ്റു ഫ്രണ്ട്സ് ആയിട്ടൊന്ന് ചോദിക്കണം. നമ്മൾ എക്സ്ട്രാ നോട്ട്സ് ഒന്നും അധികം ഒന്നും വന്നിട്ടില്ല. മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, നിങ്ങൾ തന്നെ പരസ്പരം ഇങ്ങനെ ഇപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം ഗ്രൂപ്പുകളൊക്കെ ഇല്ലേ? ഗ്രൂപ്പില്ലേ നിങ്ങൾക്ക്? ഓക്കെ, നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടോ? വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഇല്ലേ നിങ്ങൾക്ക്? അപ്പൊ അങ്ങനെ ഗ്രൂപ്പിലൊക്കെ എന്തെങ്കിലും ഇപ്പൊ അങ്ങനെ ക്ലാസ് കൂടുതൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ക്ലാസിന്റെ പരമായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ വല്ല നോട്ട്സ് ഒക്കെ അയക്കാനുണ്ടെങ്കിലൊക്കെ നിങ്ങൾ അതിനെ ഒന്ന് പരസ്പരം ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ. മാം, ഞാൻ ഇതുവരെ മോക്ക് ടെസ്റ്റുകളൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് അതിൽ കയറാൻ പറ്റുന്നില്ല. ഒരു പാസ്വേഡ് ചോദിക്കണം. ആ പാസ്വേഡ് ഏതാന്നുള്ളത് എനിക്കറിയില്ല. അത് ഞാൻ അന്വേഷിച്ചപ്പോ ഇമെയിൽ ഐഡിയുടെ പാസ്വേഡ് ആണെന്നാ പറയണത്. പറഞ്ഞു കിട്ടി. പക്ഷെ ഇമെയിൽ ഐഡിയുടെ പാസ്വേഡ് എന്താന്ന് എനിക്ക് അറിയില്ല. ആണോ? അതൊന്ന് ക്ലിയർ ആക്കണം കേട്ടോ. അത് കൂടുതൽ അറിയാവുന്ന ആരെങ്കിലും ചോദിക്കാം. എന്നിട്ട് കാരണം മോക്ക് ടെസ്റ്റ് നമുക്ക് എന്നിട്ട് ഞാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തപ്പോ ശരിയായി. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഫ്രണ്ട്സിനോട് നിങ്ങൾ ഗ്രൂപ്പിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരസ്പരം ചർച്ച ചെയ്യണം കേട്ടോ. ഇപ്പൊ അങ്ങനെ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്രൂപ്പില് ചർച്ച ചെയ്തിട്ട് അതൊക്കെ ക്ലിയർ ആക്കണം കേട്ടോ. ഓക്കെ, അറിയാത്തവരാണെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കണോട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. വേണ്ടതെന്നുള്ളത് പറഞ്ഞു തന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ചർച്ചകളൊക്കെ പിന്നീട് പറയാം. നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ടീച്ചർ പറഞ്ഞു ഒരു പുതിയൊരു ചാപ്റ്റർ എടുക്കുന്നുണ്ട്. ദെൻ ഇന്നൊരു ടെസ്റ്റ് പേപ്പർ പറഞ്ഞായിരുന്നു. ഓർമ്മയുണ്ട് എല്ലാവർക്കും? ഓർമ്മയുണ്ട്. പഠിച്ചിട്ടൊക്കെ ഉണ്ട് എല്ലാവരും? ചെറുതായിട്ട്. ഓക്കെ, ചെറുതായിട്ട് എന്താ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ പാടമല്ലേ അല്ലേ? ബാക്കിയുള്ളവർ എന്താ ഒരു റെസ്പോൺസും ഇല്ലല്ലോ. ചെറിയൊരു ടെസ്റ്റ് പേപ്പർ പറഞ്ഞായിരുന്നില്ലേ? ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മളിത് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ചെറിയൊന്ന് ജസ്റ്റ് തുടങ്ങി വെക്കുന്നുള്ളൂ. നോക്കാം.
ചാപ്റ്റർ 8 ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫ്ലോ ആൻഡ് ഫങ്ഷൻസ്. ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് ഓഫീസിലുള്ള ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കൂടുതലായിട്ടും പറയുന്നത്. ഓക്കെ, ഫ്രണ്ട് ഓഫീസ് എന്താണ്? ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്? നിങ്ങൾക്കറിയാവുന്ന ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ എൻക്വയറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്യുന്നത് പോലെയല്ലേ? ഏതാണ്? റിസപ്ഷൻ റിസപ്ഷൻ ആണോ? റിസപ്ഷൻ എൻക്വയറിയും കാര്യങ്ങളും നമ്മൾ ചീട്ട് എടുക്കാൻ പോണത്. എൻക്വയറീസ് അതെ, നമ്പർ എടുക്കുന്നതും ഫസ്റ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ എന്താണ് നമ്മള് ചീട്ട് എടുക്കാൻ പോവുകയും അല്ലെങ്കിൽ ഇന്ന ഡോക്ടർ ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കും അല്ലെ. അതൊക്കെ നമ്മൾ എവിടെയാ പോകുന്നത്? ആ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിലാണ്. എന്നിട്ടല്ലേ നമ്മൾ ഡോക്ടറിനെ കാണാൻ പോകുള്ളൂ. അല്ലെങ്കിൽ നേരിട്ട് ചെന്ന് ഡോക്ടറിന്റെ റൂമിലേക്ക് നമുക്ക് പോകാൻ പറ്റുമോ? ഇല്ല അല്ലെ. നമ്മൾ അവിടെ റിസപ്ഷനിൽ ചെന്നിട്ട് ചീട്ടെടുക്കലും അല്ലെങ്കിൽ ടോക്കൺ നമ്പർ ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡോക്ടേഴ്സിനെ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ് ദെൻ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതില് വർക്ക് ഫ്ലോ, വർക്ക് ഉദ്ദേശിക്കുന്നത് നമ്മളെ ജോലി, അതിന്റെ ഒരു ഔട്ട് ഫ്ലോ. എന്താണ് ഈ ഒരു വർക്ക് ഫ്ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. ഓക്കെ, ഒരാളൊന്ന് വായിച്ചേ ഫസ്റ്റത്തെ പാരഗ്രാഫ്. A medical receptionist is an customers are kings and kings are never unattended. A medical receptionist is an inevitable part of a well-functioning healthcare team. Doctors, nurses, and other medical and administrative staff members depend upon the medical receptionist to create a friendly, welcoming, and well-organized front office for patients and to facilitate the well-functioning of the hospital. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഒരു ചെറിയൊരു കോട്ട് പോലെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. കസ്റ്റമേഴ്സ് ആർ കിങ്സ് ആൻഡ് കിങ്സ് നെവർ അൺഅറ്റൻഡഡ്. എന്താണ് അതിന്റെ മീനിങ്? കസ്റ്റമേഴ്സ് ആർ കിങ്സ് ആൻഡ് കിങ്സ് നെവർ അൺഅറ്റൻഡഡ്. എന്താണ് അവിടെ അർത്ഥമാക്കുക? എന്താണ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്? ആരാണ്? രാജാക്കന്മാരാണ്. രാജാക്കന്മാർ ഒരിക്കലും അറിയപ്പെടുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. അത് ജസ്റ്റ് ഒരു കോട്ട് പോലെ പറഞ്ഞതാണ് കേട്ടോ. ഇനി നമ്മൾ എന്താണ് കസ്റ്റമർ, അവരെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസും ഈ കസ്റ്റമർ ഇവിടെ ഉദ്ദേശിക്കുന്നത് പേഷ്യൻസ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. A medical receptionist is an inevitable part of a well-functioning healthcare team. Doctors, nurses, and other medical and administrative staff members depend upon the medical receptionist to create friendly, welcoming, and well-organized front office for patients and to facilitate the well-functioning of the hospital. എന്താണ് അവിടെ ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്? ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആരാണ്, എന്താണ് ആ ഒരു റിസപ്ഷനിസ്റ്റ് ചെയ്യണേന്നാണ് നമ്മൾ ആ ഒരു കുഞ്ഞു പാരഗ്രാഫിൽ പറയുന്നത് അല്ലെ. അതായത് വെൽ ഫങ്ഷനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഒരു നല്ല രീതിയിൽ ഒരു നന്നായി പ്രവർത്തിക്കുന്ന ഒരു എന്താ പറയാ ഒരു ആരോഗ്യ പരിപാലന ടീമിന്റെ അനിവാര്യമായിട്ടുള്ള ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ആര്? റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ആരോഗ്യ മേഖലയിലെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്, അല്ലെങ്കിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു പാർട്ടാണ് റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ doctors, nurses, and other medical and administrative staff members depend upon the medical receptionist to create a friendly, welcoming, and well-organized front office for patients. നോക്കാം, ഡോക്ടർമാരുണ്ട്, നഴ്സുമാര്, ഡോക്ടറും നഴ്സസും മറ്റ് മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകൾ, മറ്റ് മെഡിക്കൽ പരമായിട്ടുള്ള എല്ലാ സ്റ്റാഫുകളും അവരൊരു എന്താ പറയാ സൗഹൃദപരമായ രീതിയിൽ ഒരു ഫ്രണ്ട്ലി ആയിട്ട് സ്വാഗതം ചെയ്യാനും, അല്ലെങ്കിൽ എന്താ പറയാ സൗഹൃദപരമായിട്ടുള്ള ഒരു രീതിയിൽ അവർക്കൊരു സ്വാഗതം ചെയ്യാനും, ദെൻ എന്താണ് ഒരു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചിട്ടപ്പെടുത്തുകയും, ദെൻ ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് പ്രവർത്തിക്കാനും ചിട്ടപ്പെടുത്താനും, ദെൻ നല്ല രീതിയിലുള്ള അവരുടെ ഒരു വർക്കിംഗ് അല്ലെ, ആ ഒരു പ്രവർത്തനം നല്ല രീതിയിൽ ഒരു എന്താ പറയാ ഒരു സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകുവാനും റിസപ്ഷനിസ്റ്റിനെ ആശ്രയിക്കുന്നു. അതാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. അതായത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവിടുത്തെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത്.
ദെൻ ഇപ്പോ ഡോക്ടേഴ്സിന്റെയും നഴ്സസിന്റെയും അതർ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിന്റെയും അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ സുഖകരമാക്കാൻ വേണ്ടി, നല്ല രീതിയിൽ അവരെ ഒരു വെൽക്കമിങ് ചെയ്യാനും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം പ്രവർത്തനങ്ങൾ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാനായിട്ടും ആരുടെ റിസപ്ഷനിസ്റ്റിനെ ആശ്രയിക്കുന്നു അല്ലെ. നമ്മൾ പറഞ്ഞു ആദ്യം നമ്മൾ ഡോക്ടേഴ്സിനെല്ലാം കാണുന്നത് നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ റിസപ്ഷനിലാണ് ചെല്ലുന്നത് അല്ലെ. ദെൻ അവിടെ നിന്നാണ് അവര് നമുക്ക് ഡോക്ടറിനെ കാണാൻ, ഇന്ന ഡോക്ടേഴ്സ് ഉണ്ട്, ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയും. അല്ലെങ്കിൽ നിങ്ങൾ ഷീറ്റ് എടുക്കണം, നമ്മൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഷീറ്റ് എടുക്കും, ടോക്കൺ നമ്പർ ഒക്കെ കൊടുക്കും അല്ലെ. ദെൻ അവരാണ് നമ്മൾ ഫ്രണ്ട്ലി വെൽക്കമിങ് ചെയ്യുന്നത്. ദെൻ എന്നിട്ടാണ് നമ്മൾ ഡോക്ടേഴ്സിന്റെയും നഴ്സസിന്റെ അടുത്തേക്കും പോകുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ഇതാണ് നമ്മൾ എന്ത് റിസപ്ഷനിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ റിസപ്ഷനിസ്റ്റ് എന്താണെന്ന്? നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ? ക്ലിയർ ആയോ? യെസ് മാം. ഓക്കെ, ഒരാളൊന്ന് പറഞ്ഞേ എന്താണ് റിസപ്ഷനിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെ പറഞ്ഞോളൂ കേട്ടോ. നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ്സ് പറയാമെങ്കിലും പറയാം. ഓക്കെ, പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ഒരു റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിൽ ഇൻഎവിറ്റബിൾ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അതെ. ഇവര് ഇപ്പൊ ഡോക്ടേഴ്സ് ആയാലും നഴ്സസ് അല്ലെങ്കിൽ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നത് റിസപ്ഷനിസ്റ്റിനെയാണ്. അവര് പേഷ്യൻസിന്റെ അടുത്ത് ഫ്രണ്ട്ലി ആയിരിക്കണം, അതേപോലെ വെൽക്കമിങ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കണം ഈ റിസപ്ഷനിസ്റ്റ്. എന്നാൽ മാത്രമേ ഒരു ഹോസ്പിറ്റല് വെൽ ഫങ്ഷനിങ് ആയിട്ട് പോവുള്ളൂ. ഓക്കെ, അഞ്ജലി പറഞ്ഞത് ശരിയാണ്. എല്ലാവർക്കും അറിയാലോ, ഇനി കൂടുതൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ എന്താണ് ഒരു റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മൾ ഫസ്റ്റിലെ കാണുന്നതാണ്. അവരാണ് നമ്മളെ ഫ്രണ്ട്ലി വെൽക്കമിങ് ഒക്കെ ചെയ്യുന്നതും ഡോക്ടേഴ്സിന്റെ മറ്റും ഇവരെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റിലോട്ട് പോവുകയാണ്. പ്രിൻസിപ്പൽ ഫങ്ഷൻ ഓഫ് ഫ്രണ്ട് ഓഫീസ്. എന്തൊക്കെയാണ് ഇനി ഇവരുടെ ഫങ്ഷൻസ്? പ്രിൻസിപ്പൽ മെയിൻ ആയിട്ടുള്ള അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. നോക്കാം. The need for professionally trained hospital front office executives. The need for, അതിന്റെ ആവശ്യകത എന്താണെന്ന്. എന്തിനാണ് ഇങ്ങനെ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്സിന്റെ ആവശ്യകത ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച്? എന്തിനാണ് അങ്ങനെയുള്ള ഒരു റിസപ്ഷനിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിനോ നിയമിക്കുന്നത്? എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് പറയാൻ പോകുന്നത് കേട്ടോ. നമുക്ക് ഓരോരോ പാരഗ്രാഫ് ആയിട്ട് പറയാം, എന്നിട്ട് അതിന്റെ മീനിങ് പറഞ്ഞിട്ട് നമുക്കൊന്നും കൂടി ക്ലിയർ ചെയ്യാം. ഓക്കെ ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ചോളൂ. വായിക്കൂ, ഒരാളൊന്ന് വായിച്ച ഫസ്റ്റ് പാരഗ്രാഫ് കേട്ടോ. Different from other service where people come to visit when either or their close friends are unwell. This makes the people come to the hospital impatient, anxious, and curious. Here comes the importance or necessity of handling such patients or their family members with more professionalism, sympathy, empathy, and courtesy, following all hospital operational protocols. ഓക്കെ, ഇനി എല്ലാവരും ഒരു വട്ടം കൂടി ഒന്ന് വായിക്കാം കേട്ടോ. ആ ഫസ്റ്റ് പാരഗ്രാഫ് എല്ലാവരും ഒന്ന് വായിക്കാം. ദെൻ നമുക്കൊന്ന് മീനിങ് പറയാം. നിങ്ങളൊന്ന് വായിക്കുമ്പോ നിങ്ങളുടെ മൈൻഡിൽ ആ മീനിങ് ഒന്ന് കൊണ്ടുവരാം കേട്ടോ. എങ്ങനെയൊക്കെയാണ് മനസ്സിലാവുന്നത് ഒന്ന് നോക്കാം. ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, വായിച്ചു എല്ലാവരും ആ പാരഗ്രാഫ്? യെസ് മാം. ഓക്കെ, നോക്കാം. Different from other services industry, the hospital is where people come to visit when either or their close ones are unwell. This makes the people come to the hospitals impatient, anxious, and curious. Here comes the importance or necessity of handling such patients or their family members with more professionalism, sympathy, empathy, and courtesy, following all hospital operational protocols. എന്തെങ്കിലും മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലായോ? വായിച്ചിട്ട് ഓക്കെ, എന്താണ് മനസ്സിലായത് പറഞ്ഞോളൂ.
അതായത് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്നത് മറ്റുള്ള സർവീസ് ഇൻഡസ്ട്രിയിലുള്ള ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകളെ പോലെ അല്ല. കാരണം അതായത് നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് അസുഖങ്ങൾ ഉണ്ടായിട്ടാണല്ലോ വരുന്നത്. അപ്പൊ നമുക്ക് വരുന്നവർക്ക് അതിൻ്റെതായ ആൻഷ്യസ് ഉണ്ടാവും, ക്യൂരിയസ്, ഇംപേഷ്യൻസ്, ക്ഷമക്കുറവ് എല്ലാം ഉണ്ടായിരിക്കും. ആ സമയത്ത് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് അവരെ പെട്ടെന്ന് തന്നെ നമുക്ക് സിമ്പതി ഉണ്ടാവണം, എമ്പതി ഉണ്ടാവണം. അതായത് നമ്മുടെ തന്നെ അവരുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ടെൻഷനുണ്ട്, അതുപോലെ തന്നെ അപ്പൊ അവരുടെ കൂടെ നിന്ന്, എന്നാൽ നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രോട്ടോകോള്, ആ ഒരു കോട്ടസി എല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ അവരുടെ കൂടെ നിന്ന് അവർക്ക് വേണ്ട സഹായങ്ങൾ, അതായത് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പോകേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ മാനേജ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ദിവ്യ പറഞ്ഞതൊക്കെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി നമുക്ക് പറയാം, നോക്കാം കേട്ടോ. ഡിഫറെന്റ് ഫ്രം അതർ ഇൻഡസ്ട്രി അല്ലെ, അതായത് ഡിഫറെന്റ് ഫ്രം അതർ ഇൻഡസ്ട്രി ദ ഹോസ്പിറ്റൽ is where people come to visit when either or their close ones are unwell അല്ലെ. നമുക്കറിയാം ഡിഫറെന്റ് ഫ്രം അതർ സർവീസ് ഇൻഡസ്ട്രി, അതായത് മറ്റ് വ്യവസായ സേവനങ്ങളിൽ നിന്നും, വ്യത്യസ്തമായിട്ട് ആളുകൾ ആശുപത്രിയിലേക്കാണ് അസുഖങ്ങൾ വരുമ്പോ അല്ലെ. നമുക്കറിയാം അൺവെൽ അല്ലെ, നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ എന്താ പറയാ അസുഖങ്ങൾ വരുമ്പോൾ സന്ദർശിക്കുന്നതും, അല്ലെങ്കിൽ അവരുടെ മറ്റു റിലേറ്റീവ്സിനെയും സന്ദർശിക്കാനായിട്ട് അല്ലെ. ഇപ്പോ എന്താ പറയാ അവരുടെ അടുത്ത ആളുകൾക്കും അസുഖം വരുമ്പോഴും സന്ദർശിക്കാൻ, നമുക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോ നമ്മൾ മറ്റു വ്യവസായങ്ങളിലൊക്കെ അല്ലല്ലോ പോകുന്നത്, നമ്മൾ പോകുന്നത് ഒരു ഹോസ്പിറ്റലിലേക്കാണ് അല്ലെ. This make the people comes to the hospital in patient anxious and curious. ഇങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്തുണ്ടാകും, നമുക്കൊരു എന്താ പറയാ ഒരു ആകാംക്ഷ ഉണ്ടാവും, ജിജ്ഞാസ ഉണ്ടാവും, പേടി ഉണ്ടാവും അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ഹോസ്പിറ്റലിലേക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണോ നമ്മൾ പോകുന്നത്? അല്ല, എന്തെങ്കിലും അസുഖമായിട്ടായിരിക്കുമല്ലോ നമ്മൾ പോകുന്നത്. സോ അതിന്റെ എന്തെങ്കിലും നമുക്കൊരു ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ. ഇപ്പൊ ചിലപ്പോൾ ടെസ്റ്റുകളൊക്കെ ചെയ്യോ, അല്ലെങ്കിൽ ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് അയ്യോ ഇഞ്ചക്ഷൻ എടുക്കോ, അല്ലെങ്കിൽ അഡ്മിറ്റഡ് ആക്കോ, അങ്ങനെയൊക്കെയുള്ള ഒരു ആകാംക്ഷയും ഒരു എന്താ പറയാ ഒരു ജിജ്ഞാസയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും അല്ലെ. Here comes the importance of necessity of handling such patient or their family members with more professionalism. ഇവിടെയാണ് നമ്മൾ ദിവ്യ പറഞ്ഞ പോലെ എന്താ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഒരു റിസപ്ഷനിസ്റ്റ് അവര് നല്ല രീതിയിൽ വെൽക്കമിങ് ചെയ്യും അല്ലെ. അതൊരു പ്രൊഫഷണലിസം ആയിട്ടോ അങ്ങനെയുള്ള രോഗികളെയും ജസ്റ്റ് അവരുടെ കുടുംബാംഗങ്ങളെയും ഫാമിലി മെമ്പേഴ്സിനെയും ആ ഒരു പ്രൊഫഷണലിസത്തോട് കൂടിയോ, അല്ലെങ്കിൽ ഒരു സിമ്പതി ആൻഡ് എമ്പതി, ഒരു സഹാനുഭൂതിയോട് കൂടിയോ, കോർട്ടസി മീൻസ് എന്താ പറയാ ഒരു നല്ലൊരു മര്യാദയോടെ ഒക്കെ പെരുമാറാന്നൊക്കെ പറയില്ലേ, അങ്ങനെ. അപ്പോ സഹാനുഭൂതിയോട് കൂടിയോ, അല്ലെങ്കിൽ നല്ലൊരു മര്യാദയോട്, ഒരു പൊളൈറ്റ് ആയിട്ടോ നല്ലൊരു മര്യാദയോട് കൂടിയോ, അങ്ങനെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ പ്രോട്ടോകോൾസുകൾ ഇവയെല്ലാം ഉപയോഗിച്ച് നല്ല രീതിയിൽ ആ ഒരു പേഷ്യൻസിനെ അവര് കൈകാര്യം ചെയ്യും മീൻസ് അവരെ ഒരു ട്രീറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയി മാം. ക്ലിയർ ആണ് മാം. ഓക്കെ, ഇനി നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ ആ ഒരു പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കി. എന്നിട്ട് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് മീനിങ് ഒന്ന് മനസ്സിൽ കാണാം. എന്നിട്ട് നിങ്ങൾക്ക് ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, വായിച്ചോളൂ. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഫസ്റ്റ് പാരഗ്രാഫ് ഓക്കെ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ, സെക്കൻഡ് പാരഗ്രാഫ് പറയാം. നമുക്ക് ഓരോ പാരഗ്രാഫ് വെച്ച് എടുത്തെടുത്ത് പോവാം. ഓക്കെ, സെക്കൻഡ് പാരഗ്രാഫ്. ഓക്കെ, സെക്കൻഡ് പാരഗ്രാഫ് വായിച്ചോളൂ. അടുത്ത ആള് സെക്കൻഡ് പാരഗ്രാഫ് വായിച്ചു. The front office is a department of the hospital which directly makes contacts with the patients where they first arrive. The staffs of this department are directly family members. It functions as a central point of contact across the organization. The department maintains information and records of all the patients of the hospital
It also plays an important role in forming overall impressions of the services provided by the organization. ഓക്കെ, എൽമ എന്തെങ്കിലും വായിച്ചിട്ട് മീനിങ് മനസ്സിലായോ? ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. നോക്കിയ സെക്കൻഡ് പാരഗ്രാഫ്. The front office is a department of hospital which directly makes contact with the patients where they first arrive. The staffs of this department are directly family members. It functions as a central point of contact across the organization. The department maintains information and records of all the patients of the hospital. It also plays an important role in forming overall impressions of the services provided by the organization. എന്താണ് ഇവിടെ പറയുന്നത്? മനസ്സിലായോ? എന്തെങ്കിലും ആർക്കെങ്കിലും ക്ലിയർ ആയോ? ഒരാളൊന്ന് പറയാമോ മനസ്സിലായതുപോലെ? നിങ്ങൾക്ക് എന്താണോ അത് പറയാം കേട്ടോ, മലയാളത്തിൽ പറഞ്ഞോളൂ. നമ്മള് തന്നെ നേരിട്ട് ആദ്യമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് ഫ്രണ്ട് ഓഫീസ് ആയിട്ടാണ്. അപ്പൊ സ്റ്റാഫ് അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫ് നമുക്ക് ഫാമിലി മെമ്പേഴ്സ് പോലെ തന്നെ ഫീൽ ചെയ്യിക്കണം എന്നാണ് പറയുന്നത്. ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഓർഗനൈസേഷന്റെ കോണ്ടാക്ട് ചെയ്തത് വരുന്ന പേഷ്യൻസിനെയും അത് അവർ കൂടെ വരുന്ന ആൾക്കാരെയും നേരിട്ട് കോണ്ടാക്ട് ചെയ്യുക, അവരുടേതായ രീതിയിൽ നല്ല രീതിയിൽ കോണ്ടാക്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ ഡിപ്പാർട്ട്മെന്റിലാണ് അവരുടെ റെക്കോർഡ്സും അല്ലെങ്കിൽ അഥവാ മുൻപ് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ അവർ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാ റെക്കോർഡ്സും ഈ ഡിപ്പാർട്ട്മെന്റിലായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ ഈ ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിന്റെ സർവീസസ് ആ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ കൊടുക്കുന്നത്, ഓവറോൾ ഓർഗനൈസേഷന്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ കൊടുക്കുന്നതിൽ റിസപ്ഷൻ അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. ഓക്കെ, നല്ല ക്ലിയർ ആയിട്ട് നല്ല എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അല്ലേ? താങ്ക് യു മാം. ഓക്കെ, നന്നായിട്ട് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇനി ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്ന് തോന്നുന്നു. ആള് പറഞ്ഞതെല്ലാം നല്ല കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒന്നുകൂടി നമുക്ക് നോക്കാം. പറഞ്ഞതൊക്കെ തന്നെ ക്ലിയർ ആണ്, ശരിക്കും അതൊക്കെ തന്നെയാണ് പോയിന്റ്സിൽ വരുന്നത്. നോക്കാം. ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ഫസ്റ്റ്ലി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഈ ഒരു റിസപ്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത് അല്ലെ. അപ്പൊ ആദ്യം എത്തുന്ന ആ രോഗികളെ നേരിട്ട് ബന്ധപ്പെടുന്ന ആശുപത്രിയുടെ ഒരു വിഭാഗമാണ് അല്ലെ, ഒരു പാർട്ടാണ് എന്ത് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പറയുന്നത് ആ ഒരു സ്റ്റാഫ് ഈസ് ഡിപ്പാർട്ട്മെന്റ് ആർ ഡയറക്ട്ലി ഫാമിലി മെമ്പേഴ്സ്. ഒരു നേരിട്ടൊരു കുടുംബാംഗങ്ങളാണെന്ന്, നമ്മൾ ഡയറക്ട്ലി നമ്മുടെ ഒരു കുടുംബാംഗങ്ങളെ പോലെ തന്നെയാണ് അവര് ഈ ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഫംഗ്ഷനിങ് ആസ് എ സെൻട്രൽ പോയിന്റ് ഓഫ് കോണ്ടാക്ട് അക്രോസ് ഓർഗനൈസേഷൻ. ഈ ഒരു ഓർഗനൈസേഷൻ ആണല്ലോ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ആ ഒരു ഓർഗനൈസേഷനിലെ ടോട്ടലി ഉള്ള അക്രോസ് ആയിട്ടുള്ള, അതായത് എല്ലാ ഭാഗത്തിലും മൊത്തത്തിലുള്ള ആ ഒരു കോണ്ടാക്ട്സ് കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിന്റെ ഒരു സെൻട്രൽ പോയിന്റ്, മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ആരാണ്? ഈ ഒരു ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നതാണ് മെയിൻ പോയിന്റ്. കാരണം അവിടെ നിന്നാണല്ലോ പേഷ്യൻസിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും തുടങ്ങുന്നതും. ഒരു പേഷ്യന്റ് വരുമ്പോൾ നമ്മൾ റെക്കോർഡിൽ അവർ ചെയ്യുന്നതും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലെ സിസ്റ്റത്തിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നതും അവരാണ്. തുടക്കം സ്റ്റാർട്ടിങ് ഒരു പേഷ്യന്റ് വരുമ്പോഴുള്ള സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഫ്രണ്ട് ഓഫീസ് ആണ്. സോ അതുകൊണ്ടാണ് അവര് നമ്മൾ സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത്. സെൻട്രൽ പോയിന്റ് ഓഫ് കോണ്ടാക്ട് അക്രോസ് ദ ഓർഗനൈസേഷൻ. ആ ഒരു ഓർഗനൈസേഷന്റെ ടോട്ടലി കോണ്ടാക്ടിന്റെ ഒരു ടോട്ടൽ ആയിട്ടുള്ള ഒരു സെൻട്രൽ പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രണ്ട് ഓഫീസിനെയാണ്. ദെൻ നമ്മൾ പറഞ്ഞു ദ ഡിപ്പാർട്ട്മെന്റ് മെയിൻറ്റെയിൻ. ഇനി അവരെന്താണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ദ റെക്കോർഡ്സ് ഓഫ് ഓൾ പേഷ്യന്റ് ഇൻ ദ ഹോസ്പിറ്റൽ. എല്ലാ പേഷ്യൻസിനെ സംബന്ധിച്ച് വരുന്ന റെക്കോർഡ്സ്, അതായത് മീൻസ് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അഡ്രസ്സ് അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള റെക്കോർഡ്സ് ഒക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇറ്റ് ഓൾസോ പ്ലേസ് ആൻ important role in forming overall impression of the services provided by organization. ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ നൽകുന്ന സേവനങ്ങളും അല്ലെങ്കിൽ അവരുടെ മൊത്തത്തിലുള്ള ഒരു മതിപ്പ്, ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചൊരു ഇംപ്രഷൻ ആ ഒരു മതിപ്പൊക്കെ രേഖപ്പെടുത്തുന്നതിൽ പ്രധാനമായിട്ട് പങ്കുവഹിക്കുന്നത് ആരാണ്? ഈ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകളാണ്, അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയില്ലേ? കുറച്ചുകൂടി ഓക്കെ ആണോ? ഓക്കെ മാം. ഓക്കെ, ഇനി നിങ്ങൾ ഒരു വട്ടം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. സെക്കൻഡ് പാരഗ്രാഫ് ഒന്ന് വായിക്കുക, എല്ലാവരും ഒന്ന് വായിക്കുക കേട്ടോ. എന്നിട്ട് മീനിങ് ഒന്ന് ഇപ്പൊ പറഞ്ഞ മീനിങ് ഒക്കെ തന്നെയാണോ പറഞ്ഞേക്കുന്നത് ഒന്ന് നോക്കാം. സെക്കൻഡ് പാരഗ്രാഫ് വായിച്ചോളൂ.
ഓക്കെ, വായിച്ചു കഴിഞ്ഞു എല്ലാവരും? Impression of service provided by വായിച്ചായിരുന്നോ സെക്കൻഡ് പാരഗ്രാഫ്? ഓക്കെ, ദെൻ തേർഡ് പാരഗ്രാഫ് കേട്ടോ, ലാസ്റ്റ് പാരഗ്രാഫ്. ഒരു കുഞ്ഞു പാരഗ്രാഫ് ആണ്, നോക്കാം. The friend thus position is often the first person that patients or their well-wishers interact while contacting with the hospital. So they are essentially the face and voice of the hospital, and for this reason they play an important role in the representing the organization. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കൂടുതലും വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അതായത് മെയിൻ റോൾ ആർക്കാണ്? ഫ്രണ്ട് ഓഫീസിനാണ്. അതാണ് എല്ലാ പാരഗ്രാഫിലും അവരിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. നോക്കാം. The front desk position is often the first person that patient or their well-wishers interact while contacting with the hospital. അല്ലെ, നമ്മളറിയാം ആശുപത്രിയുമായിട്ട് ഒരു ഹോസ്പിറ്റലായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ, അല്ലെ, നമ്മൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ രോഗികള് അവരുടെ എന്താ പറയാ, വെൽ വിഷർ എന്ന് പറഞ്ഞാൽ ആരാണ് ഉദ്ദേശിക്കുന്നത്? വെൽ വിഷേഴ്സ്, അഭ്യുദയകാംക്ഷികളാണ്, അല്ലെ. അതായത് നമ്മൾ ഒരു ഹോസ്പിറ്റലായിട്ട് നമ്മളൊരു ബന്ധപ്പെടാൻ മീൻസ് നമ്മൾ ആ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ആ ഒരു രോഗികളുടെ അല്ലെങ്കിൽ അവരുടെ അഭ്യുദയകാംക്ഷികളോ അല്ലെങ്കിൽ ഇടപഴകുന്ന ആദ്യ ഒരു വ്യക്തിയാണ് ഈ ഫ്രണ്ട് ഓഫീസ് ഡെസ്ക് എന്ന് പറയുന്നത്. ഫ്രണ്ട് ഓഫീസ് ഡെസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു നമ്മൾ പറഞ്ഞ ഫ്രണ്ട് ഓഫീസ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ്, അല്ലെ. നമ്മൾ ഫസ്റ്റില് ചെല്ലുമ്പോൾ കാണുന്ന ആ ഒരു സെക്ഷൻ ആണ് ഈ ഫ്രണ്ട് ഓഫീസ് അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ദെൻ അതാണ് ആ ഒരു ഫ്രണ്ട് ഡെസ്ക് പൊസിഷന്റെ സ്ഥാനം എന്ന് പറയുന്നത്. ദെൻ നോക്കാം. സോ ദേ ആർ എസെൻഷ്യലി ദ ഫേസ് ആൻഡ് വോയിസ് ഓഫ് ദ ഹോസ്പിറ്റൽ. സോ അതുകൊണ്ട് നമ്മൾക്ക് അവരെ അല്ലെങ്കിൽ ഈ ഒരു ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിനെ നമുക്ക് എന്ത് പറയാം? ഒരു ഹോസ്പിറ്റലിന്റെ ഫേസ് ആൻഡ് വോയിസ്, മുഖവും ശബ്ദവുമാണെന്ന് പറയാം. ജസ്റ്റ് അതിനൊന്ന് എന്താ പറയാ, ഒന്ന് വർണ്ണിക്കുന്നൊക്കെ പറയില്ലേ, ഒന്ന് വിവരിച്ചേക്കുന്നുള്ളൂ കേട്ടോ. അതായത് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവരുടെ മുഖവും ശബ്ദവുമാണ്. ജസ്റ്റ് ഒരു വർണ്ണിച്ചേക്കുന്നതാണ് കേട്ടോ. ഇനി എന്താ പറയുന്നത്? They play an important role in representing the organization. സോ അതുകൊണ്ട് അവർക്ക് എന്താണ് ഇതിന്റെ ആ ഒരു ഓർഗനൈസേഷനെ അല്ലെങ്കിൽ ആ ഒരു സംഘടനയെ റെപ്രസെന്റ് ചെയ്യുന്നതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇത്രയുമാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. എളുപ്പമാണ്. ക്ലിയർ ആയോ മൂന്നാമത്തെ പാരഗ്രാഫ് എല്ലാവർക്കും? നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ റിപ്പീറ്റ് അടിച്ച് പറയുന്നത്, വേറെ ഒന്നുമില്ല കൂടുതൽ. കുഴപ്പമില്ലല്ലോ. മൂന്നാമത്തെ പാരഗ്രാഫ് ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നിങ്ങൾ ആ ഫസ്റ്റ് തുടങ്ങി ടോട്ടൽ ആയിട്ട് ഒന്ന് വായിക്കണേ. പ്രിൻസിപ്പൽ ഫങ്ഷൻ ഓഫ് ഫ്രണ്ട് ഓഫീസ്. ടോട്ടലി മൊത്തത്തിൽ ഒന്ന് വായിക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് സമയം തരാം. നല്ലപോലെ വായിക്കുക. ഓരോ പാരഗ്രാഫ് നിങ്ങൾ വായിക്കുക. അതിന്റെ മീനിങ് എന്താണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് സ്വയം ഒന്ന് പറഞ്ഞു നോക്കാം. ദെൻ സെക്കൻഡ് പാരഗ്രാഫ് വായിക്കുക, അതിന്റെ മീനിങ് നോക്കാം. തേർഡ് പാരഗ്രാഫ്, അതിന്റെ മീനിങ്. അപ്പൊ നമുക്കത് നല്ല ഇപ്പൊ തന്നെ നമുക്ക് തറായിട്ട് നമ്മളുടെ മൈൻഡിലേക്ക് കയറും അത് കേട്ടോ. ഓക്കെ, വായിച്ചോളൂ. ഓക്കെ, വായിച്ചു കഴിഞ്ഞു എല്ലാവരും? കഴിഞ്ഞായിരുന്നോ? വായിച്ചു ഉറങ്ങിപ്പോയ എല്ലാവരും? ഓക്കെ, ഉറങ്ങിയിട്ടില്ല. ഓക്കെ, അപ്പോ ക്ലിയർ ആയല്ലോ പാരഗ്രാഫ്. ദെൻ നെക്സ്റ്റ് ഒന്ന് തുടങ്ങി വെക്കുന്നുള്ളൂ കേട്ടോ. നോക്കാം.
What does the term customer mean? What does the term customer എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്? കസ്റ്റമർ ആരാണ്? കസ്റ്റമർ എന്ന് പറയുന്നത് കസ്റ്റമർ. ആ ഒരു ടേം കസ്റ്റമറിന്റെ മീനിങ് എന്താണ്? ഉപഭോക്താവ്. കോമൺ ആയിട്ട് പറയണെങ്കിൽ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഉപഭോക്താവ്. ഓക്കെ, നോക്കാം കേട്ടോ. ഫസ്റ്റ് പോയിന്റിൽ എന്താണ് പറയണത് നോക്കാം. കസ്റ്റമർ. ഓക്കെ, a customer is referred to as individuals or households that purchase goods and services generated within the economy. നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന കാര്യമുണ്ട് ഇവിടെ പറയുന്നത്. വരുന്നത് പേഷ്യന്റ് ആണെന്ന് നമുക്കറിയാം. നമ്മൾ എന്താണ് കസ്റ്റമർ ആ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നോക്കാം. ഫസ്റ്റ് പോയിന്റിൽ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആരാണ്? അതായത് എക്കോണമിയില്ല അല്ലെ, ജനറേറ്റഡ് വിത്തിൻ ദ എക്കോണമി. ഒരു സമ്പദ് വ്യവസ്ഥയിലെ അല്ലെ, സമ്പദ് വ്യവസ്ഥയിലെ ഉൽപ്പാദിക്കും. നമ്മൾ കുഞ്ഞു ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അതായത് ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ പറഞ്ഞ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെയും ആ ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങുന്ന വ്യക്തിയാണ് ആര്? കസ്റ്റമർ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ വാങ്ങിക്കുന്ന ആളല്ലേ. പർച്ചേസ് ചെയ്യുന്ന ഡിസ്റ്റർബ് ആവുന്നുണ്ടോ? ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, നോക്കാം. അപ്പൊ കസ്റ്റമർ എന്ന് പറയുന്നത് നമ്മൾ പഴയ ക്ലാസ്സിൽ കോമൺ ആയിട്ട് പറയുന്ന കസ്റ്റമർ ആയിട്ട് ഇവിടെ പറയുന്നത് നോക്കാം. അതായത് ഒരു എക്കോണമിയില് എന്താ പറയുന്നത്, എക്കോണമിയിൽ ഉൽപ്പാദിക്കുന്ന അല്ലെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങിക്കുന്ന വ്യക്തികൾ ആരാണോ അയാളാണ് കസ്റ്റമർ. നമ്മൾ കടയിൽ പോയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ കടക്കാരനാണോ നമ്മളാണോ കസ്റ്റമർ? ആരാണ് കസ്റ്റമർ? നമ്മളല്ലേ. വാങ്ങിക്കുന്നത് ആ ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങിക്കുന്ന വ്യക്തികളാണ് കസ്റ്റമർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സെയിം തന്നെയല്ലേ നമ്മളല്ലേ ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സ തേടുന്നത്, മരുന്ന് വാങ്ങിക്കുന്നത് നമ്മളാണ്. സോ അവിടെയും നമ്മളാണ് കസ്റ്റമർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ കോമൺ ആയിട്ടുള്ള കസ്റ്റമർ ആരാണെന്നാണ് പറയുന്നത് കേട്ടോ. ദെൻ സെക്കൻഡ് പോയിന്റ് നോക്കാം. The word is historically derived from customs meaning habit അല്ലെ. ഈ ഒരു കസ്റ്റമർ എന്നുള്ളൊരു വേർഡ് വന്നത് കസ്റ്റം എന്നുള്ളൊരു ടേമിൽ നിന്നാണ്. കസ്റ്റം മീൻ ഹാബിറ്റ്. ഹാബിറ്റ് മീൻസ് നമ്മളുടെ ശീലങ്ങൾ എന്നുള്ള അർത്ഥം ഹാബിറ്റ്. ഓക്കെ, എ കസ്റ്റമർ ഈസ് someone who frequently consults a particular shop and makes it a habit to purchase goods from there and with whom the shopkeeper had to maintain a relationship to keep his or her custom, which means expected purchase in the future. എന്താണ് അവിടെ പറയുന്നത്? നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. സെക്കൻഡ് പോയിന്റ് ഒന്ന് വായിക്കാം കേട്ടോ. ഒന്ന് വായിച്ചു നോക്കാം, നിങ്ങൾക്ക് മീനിങ് കിട്ടും. ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, വായിച്ചോ സെക്കൻഡ് പോയിന്റ്? യെസ് മാം. ഓക്കെ, എന്താണ് അഞ്ജലി, എന്താണ് മനസ്സിലായോ? എന്നിട്ട് എന്താണ് അവിടെ പറയുന്നത്? അതിനകത്ത് പറയുന്നത് ഹിസ്റ്റോറിക്കലി ഈ വേർഡിനെ നമ്മൾ കസ്റ്റം അതല്ലെങ്കിൽ കസ്റ്റം എന്നാണ്. കസ്റ്റം എന്ന് പറയുന്ന വേർഡിന് നമ്മൾ ഹാബിറ്റ് എന്നൊരു മീനിങ് ആണ് വരുന്നത്. അത് കസ്റ്റമർ ഈസ് സംവൺ ഹു ഫ്രീക്വന്റ്ലി കൺസിസ്റ്റ് പെർട്ടിക്കുലർ ഷോപ്പ്. ഒരു കസ്റ്റമർ ഫ്രീക്വന്റ് ആയിട്ട് ഒരു ഷോപ്പിലേക്ക് പോവുകയാണെങ്കിൽ ആൻഡ് മേക്ക് ഇറ്റ് എ ഹാബിറ്റ് ടു പർച്ചേസ് ഗുഡ് ഫ്രം ദർ. അവിടെ നിന്ന് സ്ഥിരമായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. ആ ഷോപ്പ് കീപ്പറും അതേപോലെ ആ ആളും തമ്മിൽ ഒരു ഗുഡ് റിലേഷൻഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ ഷോപ്പ് കീപ്പർ എന്താ പറയാ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഫ്യൂച്ചറിലും പർച്ചേസ് ചെയ്യാൻ ആൾ അങ്ങോട്ട് വരുന്നത്. ഓക്കെ, അഞ്ജലി പറഞ്ഞത് കറക്റ്റ് ആണ്. നോക്കാം അല്ലെ. അതായത് നമ്മളിപ്പോ ഒരു ഷോപ്പിൽ പോയി അല്ലെ, ദെൻ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മളുടെ ഒരു ഹാബിറ്റ് ആയി നമ്മളിപ്പോ ഒരു ഷോപ്പിൽ ചെന്ന് നമ്മൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനങ്ങളാണ്, നമുക്ക് ആ പ്രൊഡക്റ്റുകളെല്ലാം ഇഷ്ടപ്പെട്ടു എങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? ആ സെയിം ഷോപ്പിൽ തന്നെ പർച്ചേസ് ചെയ്യും. പിന്നെ അതൊരു പതിവായിട്ട് നമ്മൾ ആ ഒരു ഷോപ്പിൽ തന്നെ ആയിരിക്കും പർച്ചേസ് ചെയ്യുക അല്ലെ. അപ്പൊ ഇങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ ഷോപ്പ് കീപ്പർ എന്ത് ചെയ്യും? നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നത്? കസ്റ്റമർ നാളെയും വരണമല്ലോ. ആ ഒരു എന്താ പറയാ ഷോപ്പ് കീപ്പറിന് അതുകൊണ്ടാണല്ലോ മെച്ചം. വന്നാൽ മാത്രമല്ലേ മെച്ചമുള്ളൂ.
സോ അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഷോപ്പ് കീപ്പർ ശ്രമിക്കും അല്ലെ. സോ അപ്പൊ നമ്മൾ ഷോപ്പ് കീപ്പർ ഭാവിയിൽ ഒരു പ്രതീക്ഷിക്കുന്ന ഒരു വാങ്ങലുകളായിട്ട് അദ്ദേഹം എക്സ്പെക്ട് ചെയ്യും. ഈ ഒരു കസ്റ്റമർ നമുക്ക് സ്ഥിരം ഒരു കസ്റ്റമർ ആയിട്ട് മാറും എന്നുള്ളൊരു പ്രതീക്ഷ അയാളിൽ വരുന്നു. ഓക്കെ, ഇത്രയുമാണ് ആ സെക്കൻഡ് പോയിന്റിൽ വരുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? നമ്മൾ കടയിൽ പോകുന്ന കാര്യം, നമ്മൾ ഷോപ്പിൽ പോയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് ആ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആയോ സെക്കൻഡ് പോയിന്റ്? ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞോട്ടെ. ഓക്കെ, നമുക്ക് ടെസ്റ്റ് പേപ്പർ ഇടാൻ ടൈം കിട്ടുമോന്ന് എനിക്ക് അറിയില്ല, നോക്കാം കേട്ടോ നമുക്ക്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് നോക്കാം. Customer needs may be defined as the goods or services a customer needs to achieve specific goals. Different needs are varying importance to the customer. എന്താണ് ഇവിടെ പറയുന്നത്? കസ്റ്റമർ നീഡ്സ് അല്ലെ, കസ്റ്റമറിന്റെ ആവശ്യമാണ് ഇവിടെ. കസ്റ്റമറിന്റെ ഒരു ആവശ്യങ്ങള് അല്ലെങ്കിൽ എന്താ പറയാ, അയാളുടെ ഒരു സ്പെസിഫിക് ഗോൾസ്, ലക്ഷ്യങ്ങൾ ഉണ്ടാവില്ലേ? അങ്ങനെ കസ്റ്റമറുടെ ആ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ വേണ്ടിയിട്ട്, ആ ലക്ഷ്യങ്ങള് നേടാൻ വേണ്ടിയിട്ട് ഇപ്പോ ഗുഡ്സ് ആൻഡ് സർവീസസ് ആയിട്ട് തീർന്നേക്കാം അല്ലെ. അതാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്നത്. നമ്മളുടെ ആവശ്യം നിറവേറ്റുന്നത് എന്താണോ അതല്ലേ നമ്മളുടെ ആ ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമുള്ള വസ്തുക്കളല്ലേ നമ്മൾ പർച്ചേസ് ചെയ്യുക. അപ്പോ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേരിയിങ് ഇമ്പോർട്ടൻസ് ടു ദ കസ്റ്റമർ, ഡിഫറെന്റ് നീഡ്സ്, വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വ്യത്യസ്ത പ്രാധാന്യമുള്ളവയാണ്. ഓരോ ആവശ്യങ്ങൾക്കും ഓരോ പ്രാധാന്യം ഉണ്ട് അല്ലെ. അപ്പൊ അതാണ് ആ ഒരു തേർഡ് പോയിന്റിൽ പറയുന്നത്. അതായത് വേറൊന്നുമല്ല, ഉപഭോക്താവിന് നമുക്കറിയാം നമ്മള് വ്യത്യസ്തമായിട്ടുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് അതിനായിട്ടുള്ള ഗുഡ്സും സർവീസസ് ആയി തീർന്നേക്കാം. അതായത് നമ്മളുടെ ഓരോ ആവശ്യങ്ങൾക്കാണ് നമ്മൾ ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വ്യത്യസ്ത സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു. ഇത്രയും ഒന്ന് മനസ്സിലാക്കാം കേട്ടോ. Then ഫോർത്ത് പോയിന്റ് നോക്കാം. Customer expectations are influenced by cultural values, advertising, marketing, and other communication, both with supplier and with other sources. എന്താണ് അവിടെ പറയുന്നത്? കസ്റ്റമറിന്റെ എക്സ്പെക്ടേഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ, കസ്റ്റമറിന്റെ പ്രതീക്ഷകള്, അത് എന്തിനൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്? അതായത് കൾച്ചറൽ വാല്യൂസ്, ചിലപ്പോ സാംസ്കാരിക മൂല്യങ്ങളെ, അല്ലെങ്കിൽ എന്താണ് പരസ്യ വിപണനത്തെ. നമ്മൾ ഓരോ സാധനങ്ങളും നമ്മൾ ടി വിയിൽ പരസ്യങ്ങൾ കണ്ടിട്ട് പല വസ്തുക്കളും നമ്മൾ വാങ്ങിച്ച് ട്രൈ ചെയ്യാൻ നോക്കാറുണ്ട് ഇല്ലേ? നോക്കാറില്ലേ? നിങ്ങൾ ഈ കൂട്ടത്തിൽ ആരും നോക്കിയിട്ടില്ല? നോക്കാറുണ്ടോ? ഏതെങ്കിലും പ്രൊഡക്റ്റ് നിങ്ങൾ നോക്കാണൂല്ലേ അല്ലെ? അറ്റ്ലീസ്റ്റ് കുട്ടികളെങ്കിലും ഇപ്പൊ വല്ല മിഠായിയുടെ അങ്ങനെ എന്തെങ്കിലും പരസ്യം കാണുമ്പോ എനിക്കത് വേണമെന്ന് നമ്മളോട് പറയാറില്ലേ മക്കള്? നിങ്ങളുടെ മക്കൾ പറയാറുണ്ടോ? ഓരോ പരസ്യം കാണുമ്പോൾ അത് വാങ്ങിച്ചു തരാനൊക്കെ പറയില്ലേ? പറയാറുണ്ട് അല്ലെ? എല്ലാവർക്കും ഉണ്ടാകും അല്ലെ. അപ്പൊ നമ്മളും കുട്ടികൾ മാത്രമല്ല നമ്മളായാൽ പോലും ഓരോ പരസ്യങ്ങൾ കാണുമ്പോഴാണ് നമുക്കത് കൂടുതൽ നമ്മൾ അതിനകത്തോട്ട് അട്രാക്റ്റീവ് ആക്കും അല്ലെ. നമുക്കത് വാങ്ങിച്ചാൽ കൊള്ളാമെന്ന് നമുക്ക് തോന്നും. സോ കസ്റ്റമറിന്റെ എക്സ്പെക്ടേഷൻ, അവരുടെ പ്രതീക്ഷകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ അഡ്വർടൈസിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ, പരസ്യങ്ങൾ. ദെൻ മാർക്കറ്റിംഗും അല്ലെ, ഇതുപോലുള്ള പരസ്യങ്ങൾ, മാർക്കറ്റിംഗ്, അതർ കമ്മ്യൂണിക്കേഷൻസ്, അതായത് ആശയവിനിമയങ്ങൾ. മറ്റുള്ളവര് നമ്മളോട് സജസ്റ്റ് ചെയ്യുമ്പോ ഇന്ന പ്രൊഡക്റ്റ് നല്ലതാണ്, വാങ്ങിച്ചിട്ട് നല്ല സാധനമാണ്, റിസൾട്ട് ഉണ്ട് എന്നൊക്കെ നമ്മളോട് പരസ്പരം പറയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ആ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. സോ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആശയവിനിമയങ്ങളൊക്കെ, അങ്ങനെയൊക്കെയാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ. കസ്റ്റമറിന്റെ എക്സ്പെക്ടേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ഈ അഡ്വർടൈസിങ്ങും കമ്മ്യൂണിക്കേഷനും ദെൻ മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇത്രയുമാണ് ഒരു കസ്റ്റമർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ, നമ്മൾ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ അല്ലേ? കുഴപ്പമില്ലാലോ? ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ, ഇന്നിപ്പോ നമ്മൾ ഇത്രയും എടുക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് ഫസ്റ്റ് തുടങ്ങിയല്ലേ ഉള്ളൂ, കുറെ ഓവറായിട്ടൊന്നും ടീച്ചർ എടുക്കുന്നില്ല. ഈ ഒരു ഇത്രയും ഒരു സെക്ഷൻ മാത്രം എടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇത് എടുത്തത് വരെ ഓക്കെ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എളുപ്പമാണ്, കുഴപ്പമില്ല. ഈ ചാപ്റ്റർ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ ഒന്നുമല്ല. നിങ്ങൾക്ക് തന്നെ സ്വയം വായിച്ച് മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഓക്കെ, ദെൻ അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ ഇതുവരെ കറക്റ്റ് ആയിട്ടൊന്ന് വായിക്കണം കേട്ടോ. ക്ലാസ്സിൽ കയറാത്തവരാണെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, റെക്കോർഡ് ക്ലാസ്സുകൾ കാണാനായിട്ട് ശ്രമിക്കുക, മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം. ഓക്കെ, ഇനി ടെസ്റ്റ് പേപ്പറിന്റെ കാര്യം എന്തായി? എല്ലാവരും നോക്കിയിട്ടൊക്കെ ഉണ്ടോ? ഓക്കെ ആണോ എല്ലാവരും?
ഓക്കെ, ബാക്കിയുള്ളവർ എന്ത് പറ്റി? റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ ആരും. ടെസ്റ്റ് പേപ്പർ നടത്താം. കുഴപ്പമില്ല. എന്താ കുഴപ്പമില്ല എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ച കാര്യങ്ങളല്ലേ. കുഴപ്പമില്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്യും. നമുക്ക് ഇടക്കിടക്ക് ഇങ്ങനെ ടെസ്റ്റ് പേപ്പർ ട്രൈ ചെയ്യാം മാം, ട്രൈ ഓക്കെ. ചെയ്യാം. തെറ്റൊന്നും പറയരുതേ, ഏതാ? തെറ്റൊന്നും പറയരുതേ. ഇല്ല, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ പണിഷ്മെന്റും കാര്യങ്ങളൊന്നും, കുഞ്ഞു കുട്ടികളാണോ നിങ്ങള്? നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടീച്ചേഴ്സ് അങ്ങനെ ടെസ്റ്റ് പേപ്പർ പോലെ ചെയ്യാറുണ്ടോ? രമ്യ മാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അല്ല, നമ്മൾ ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ പോലും നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇന്ററാക്ഷൻ വേണം. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ബോറായിട്ടിരിക്കും അല്ലെ. നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ കാണുന്നില്ലല്ലോ പരസ്പരം. പക്ഷെ നമ്മളൊരു ഇന്ററാക്ഷൻ വേണം. ജസ്റ്റ് അതേ ഒരു ഫീലിങ്ങോട് കൂടി തന്നെയുള്ള ഒരു ക്ലാസ് ആയിരിക്കണം. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവരുടെ കയ്യില് ബുക്സ് ഒക്കെ ഉണ്ടോ? ബുക്ക് ഉണ്ടോ എല്ലാവരുടെ കയ്യിൽ? പെട്ടെന്ന് തന്നെ എടുത്തോളൂ. ഒരു പേനയും ബുക്ക് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ എടുക്കുക. സമയം നമുക്കൊരു 10 മിനിറ്റ് ഉള്ളൂ. അതിനുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഇടുന്നുള്ളൂ. മാം ആൻസർ എങ്ങനെ മാം എഴുതാണോ അതോ പറയുകയാണോ ചെയ്യേണ്ടത്? ഏതാണ്? ഇല്ല, ആൻസർ ഞാൻ ഓരോ ക്വസ്റ്റ്യൻ നിങ്ങളോട് പറയാം. നിങ്ങൾ എന്ത് ചെയ്യാ? ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ മാത്രം എഴുതാ കേട്ടോ. പിന്നെ എല്ലാവരും സത്യസന്ധമായിട്ട് വേണോട്ട് എക്സാം എഴുതാൻ. നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ എല്ലാവരുടെയും മാർക്ക് ചോദിച്ച് അങ്ങനെ അയ്യോ എനിക്ക് ഇത്ര മാർക്ക് കിട്ടിയെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. സത്യസന്ധമായ രീതിയിൽ എഴുതാ. നിങ്ങൾക്ക് മനസ്സിൽ എത്രത്തോളം നിങ്ങൾക്ക് തന്നെ ഒന്ന് വിലയിരുത്താൻ വേണ്ടിയാണ്. നിങ്ങളെ തന്നെ സ്വയം വിലയിരുത്തണ്ടേ. ഞാൻ ഇത്രത്തോളം പഠിച്ചിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്, അപ്പൊ ഇതിങ്ങനെ പഠിക്കുന്നുണ്ടാ ഞാൻ അല്ലെ, എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് വേണ്ട ഇതുകൊണ്ട് പഠിച്ചിട്ട് അല്ലെ. അപ്പൊ പഠിക്കുന്നുണ്ടാന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഓക്കെ. അപ്പൊ സത്യസന്ധമായിട്ട് മാർക്കൊക്കെ എഴുതാം. കാരണം നമ്മൾ പരസ്പരം പേപ്പർ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കാനൊന്നും പറ്റുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തന്നെ സ്വയം മാർക്കൊക്കെ ഒന്ന് ഇടാം കേട്ടോ. ഓരോ ക്വസ്റ്റ്യൻ ഞാൻ പറയാം. നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ എഴുതിയിട്ട് നിങ്ങൾ ആൻസർ മാത്രം എഴുതാം. ലാസ്റ്റ് ഞാൻ ഓരോ ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് ആയിട്ട് പറയാം. ഓക്കെ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസാ, ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. പറഞ്ഞോട്ടെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, വേഗം വേഗം എഴുതണേ. നമുക്ക് അധികം ടൈം ഇല്ലല്ലോ. അപ്പൊ വേഗം ഒന്ന് എഴുതിപ്പോണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 1 കേട്ടോ. ആൻസർ മാത്രം എഴുതാ, ക്വസ്റ്റ്യൻ എഴുതണ്ട. ക്വസ്റ്റ്യൻ നമ്പർ 1 എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ 1 ഇന്നത്തെ ഡേറ്റ് ഒന്ന് ഇടണം കേട്ടോ. നിങ്ങള് ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് വേണം എഴുതാൻ. ഇനി നമ്മൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഇതുപോലെ ഒരു ചെറിയ ടെസ്റ്റ് പേപ്പർ നടത്താം. എന്താണ് അഭിപ്രായം എല്ലാവരുടെയും? നല്ലതാണ്. വേണം വേണമെന്നാണോ വേണ്ടെന്നാണോ? വേണം. ഓക്കെ. നമുക്ക് ഓരോ ഡേറ്റ് ഇട്ടിട്ട് അന്നാണ് എടുക്കുന്ന ടെസ്റ്റ് പേപ്പറിന്റെ ഡേറ്റ് ഇട്ടിട്ട് നിങ്ങൾ ചെറിയൊരു കുഞ്ഞു ടെസ്റ്റ് പേപ്പർ ടീച്ചർ ഇടാം. അപ്പൊ ഓരോ ടെസ്റ്റ് പേപ്പർ കഴിയുമ്പോഴും മാർക്ക് കൂടിയാണോ വരുന്നത്, കുറഞ്ഞു വരണാണോ എന്നൊന്നും ചെക്ക് ചെയ്യണം കേട്ടോ ഓരോരുത്തരും. ഓക്കെ ഓക്കെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയാം, ശ്രദ്ധിച്ചിരിക്കാം കേട്ടോ. The study of cancer department in hospital. ഹോസ്പിറ്റലിലെ ക്യാൻസർ ഡിപ്പാർട്ട്മെന്റിന് പറയുന്ന പേര് എന്ത്? ആൻസർ മാത്രം എഴുതാട്ടോ. ക്യാൻസർ ഡിപ്പാർട്ട്മെന്റിലെ ഹോസ്പിറ്റലിലെ അതിന് പറയുന്ന പേര് ക്യാൻസർ ഡിപ്പാർട്ട്മെന്റ്. അതായത് അവിടെ ക്യാൻസർ പേഷ്യൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വാർഡാണ്. എന്താണ് ആ ടേം എന്ന് മാത്രം എഴുതാട്ടോ. ഓക്കെ, കഴിഞ്ഞില്ലേ? ഇത്രയും സമയം മതി കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയാൻ പോണേണ്. പഠിച്ചവര് വേഗം എഴുതും. ഞാൻ പറഞ്ഞതിന് മുമ്പ് അവർ ആൻസർ എഴുതി കഴിഞ്ഞാണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കണേ. ഓക്കെ. പാൻട്രി, ഡേ റൂം, ട്രോളി ബെല്ലി. പാൻട്രി ഉണ്ട്, ഡേ റൂം ഉണ്ട്, ട്രോളി ബെല്ലി.
ഐഡന്റിഫൈ വിച്ച് കമ്പോണന്റ്, ഏത് കമ്പോണന്റിലാണ് പാൻട്രി, ഡേ റൂം ആൻഡ് ട്രോളി ബെല്ലി വരുന്നത്? വേഗം എഴുതാട്ടോ. ഓപ്ഷൻ ഒന്നുമില്ല, നമ്മളുടെ മൈൻഡിലുള്ളത് വെച്ചിട്ട് അങ്ങോട്ട് ആൻസർ എഴുതാ. എഴുതിയില്ലേ? സെക്കൻഡ് കഴിഞ്ഞല്ലോ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വെക്കം എഴുതണേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയാം. MRD ഫുൾ ഫോം എഴുതാനാണ് കേട്ടോ. MRD ഫുൾ ഫോം എഴുതാ. MRD എഴുതി മാം. MRD കഴിഞ്ഞോ? ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ പറയാം, ശ്രദ്ധിക്കാം. They work with doctors, nurses, hospital, pharmaceutical companies. Identify the person. They work with the doctors, nurses, hospital, pharmaceutical companies. Identify the person. ആ ഒരു വ്യക്തി വർക്ക് ചെയ്യുന്നത് ഡോക്ടേഴ്സിന്റെ ഒപ്പവും നഴ്സസിന്റെ ഒപ്പവും ഹോസ്പിറ്റലിലെ ഫാർമസ്യൂട്ടിക്കലിന്റെ ഒപ്പവും വർക്ക് ചെയ്യുന്നു. ആരാണ് ആ വ്യക്തി? തിരിച്ചറിയാട്ടോ. ഐഡന്റിഫൈ ദ പേഴ്സൺ. കഴിഞ്ഞില്ലേ? ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻ ആയി? 4 ക്വസ്റ്റ്യൻ അല്ലേ പറഞ്ഞത്? അഞ്ചാമത്തെ കേട്ടോ, 5th one. 5th one ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഒപ്താൽമോളജി ഈസ് ദ സ്റ്റഡി ഓഫ്. ഒപ്താൽമോളജി, ഒപ്താൽമോളജി എന്താണ്? അവിടെ ഒപ്താൽമോളജി എന്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെങ്കിൽ എന്തിനെ കുറിച്ചുള്ള പഠനമാണ് ഒപ്താൽമോളജി? കഴിഞ്ഞോ? ഓക്കെ, 5 ക്വസ്റ്റ്യൻസ് ഞാൻ ഇടുന്നുള്ളൂ. ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസിന് ടൈം ഇല്ല. അപ്പോ ഓക്കെ, കഴിഞ്ഞ എല്ലാവരുടെയും? കഴിഞ്ഞു. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഞാൻ ഓരോ ക്വസ്റ്റ്യന്റെ ആൻസർ പറയുമ്പോ നിങ്ങൾ തന്നെ സ്വയം നിങ്ങളുടെ ബുക്കിൽ ശരിയാണെങ്കിൽ ടിക്ക് ചെയ്യാം. ശരിയാണെങ്കിൽ മാത്രം കേട്ടോ. ആരും സത്യസന്ധമായിട്ട് തന്നെ എല്ലാവരും പേപ്പർ നോക്കണം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതായിരുന്നു? സ്റ്റഡി ഓഫ് ക്യാൻസർ ഡിപ്പാർട്ട്മെന്റിന്റെ ആയിരുന്നല്ലേ? ഓക്കെ, ആൻസർ എന്തായിരുന്നു? എല്ലാവരുടെ ശരിയായോ? അപ്പൊ ശരിയായതിന് ടിക്ക് കൊടുക്കാം. 1 മാർക്ക് സൈഡിൽ 1 മാർക്ക് കേട്ടോ. Then second question, pantry റൂമിന്റെ ആയിരുന്നില്ലേ? Yes ma'am. ഏതിലായിരുന്നു അത്? Ancillary എഴുതി. ഓക്കെ, മാറിപ്പോയി അല്ലെ? ഞാൻ പ്രത്യേകം പറഞ്ഞില്ലെന്ന്. നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ ഇങ്ങനെ ഉള്ളിന്നിട്ട് ചോദിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഇട്ടത്. ഇനി ഇത് പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ കറക്റ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. ആൻസിലറി ശരിയായവര് ടിക്ക് ചെയ്യുക, സൈഡില് 1 മാർക്ക് കൊടുക്കുക കേട്ടോ. ആൻസിലറി. ഓക്കെ, മൂന്നാമത്തെ MRD ആണോ പറഞ്ഞത്? മെഡിക്കൽ റിപ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ റിപ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ്. ശരിയായോ? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ ശരിയായി. ഓക്കെ, ടിക്ക് ചെയ്യുക, 1 മാർക്ക് സൈഡിൽ കൊടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, they work with doctors ന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നില്ലേ പറഞ്ഞത്? ഓക്കെ, they work with doctor, nurse and pharmaceutical companies. നമ്മളുടെ ഇന്നലെ എടുത്ത ക്ലാസിന്റെ ആണ്, ഓർമ്മയുണ്ടാ? പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. ഓക്കെ, ശരിയായവര് ടിക്ക് ചെയ്യുക, മാർക്ക് കൊടുക്കാം.
Then last one, ophthalmology is the study of എന്തിനെ കുറിച്ചുള്ളതാണ്? അല്ലേ? ഐ ഡിപ്പാർട്ട്മെന്റ്. ഭാഗം കണ്ണിന്റെ. ഓക്കെ, ടിക്ക് ചെയ്യാ, മാർക്ക് കൊടുക്കാം. ഓക്കെ മാം, എന്റെ എല്ലാം ശരിയായി. എന്റെ എല്ലാം ശരിയായി. എല്ലാം ശരിയായി എല്ലാവരുടെയും? എന്റെ എല്ലാം കമന്റ് എടുത്തിട്ടോ ഓരോരുത്തർ. കുഴപ്പമില്ല, ഒരെണ്ണം തെറ്റിയവരുണ്ടാവാം, ഒരെണ്ണം തെറ്റിപ്പോയവരുണ്ടാവാം, കുഴപ്പമില്ല കേട്ടോ. നെക്സ്റ്റ് ഇതില് 4. ഓക്കെ, ഏതാണ് നിങ്ങൾക്ക് ഒരു മാർക്ക് പോയത്? ആൻസിലറി, അതിനകത്താണോ എല്ലാവർക്കും പ്രശ്നം വന്നത്? എനിക്ക് ആൻസിലറി. ഓക്കെ, അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കണോട്ടോ, കാരണം മാറിപ്പോകും. അതുകൊണ്ട് എല്ലാവർക്കും നല്ല മാർക്കൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് ടൈം അല്ല ഇട്ടത് ടീച്ചർ. ഇനി നെക്സ്റ്റ് ഓരോ നമ്മളിങ്ങനെ ടെസ്റ്റ് പേപ്പർ ഇടും കേട്ടോ. അപ്പൊ നല്ല മാർക്കൊക്കെ വാങ്ങിക്കണം എല്ലാവരും. ഓക്കെ ഓക്കെ മാഡം. നമ്മുടെ ക്ലാസ് നമ്മളിങ്ങനെ ടെസ്റ്റ് പേപ്പർ എടുക്കുന്നത് ആ ഒരു നോട്ട്ബുക്കിന്റെ ബാക്ക് സൈഡിൽ തന്നെ ആയിക്കോട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് ഡേറ്റ് എഴുതിയിട്ട് എക്സാം എടുക്കാം. ഓക്കെ, ഇപ്പൊ നമ്മളുടെ ക്ലാസ് എല്ലാ ക്ലാസ്സിലും ടീച്ചേഴ്സ് ഒക്കെ ഓക്കെയാണോ? കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമില്ല മാം, എല്ലാം ക്ലിയർ ആണ്. നമുക്ക് അധികം ഇന്ററാക്ട് ചെയ്യാനൊന്നും നമുക്ക് ടൈം വരുന്നില്ലല്ലോ. നമുക്ക് 1 മണിക്കൂറല്ലേ ക്ലാസ് ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാവരെയും പരിചയപ്പെടാനോ അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് പറയുക, കഴിഞ്ഞ ക്ലാസ്സിലെ ഏതായിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? ആക്സിലറിയുടെ പാൻട്രി, ഡേ റൂം, ട്രോളി, ബെല്ലി, ഐഡന്റിഫൈ വിച്ച് കമ്പോണൻസ് അല്ലേ? നോക്കൂ, കണ്ടോ? ആൻസിലറിയിൽ വരുന്നതാണ് പാൻട്രി, ഡേ റൂം, ട്രോളി ബേ. കണ്ടോ? ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്, ആ ക്ലാസ് എടുത്തപ്പോഴേ ഞാൻ പറഞ്ഞു ഇത് ഇമ്പോർട്ടന്റ് ആണ് ഈ കോമ്പോണൻസ് എന്ന് പറയുന്നത്. കാരണം ഇങ്ങനെ ചോദിക്കാം, അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വരാം. എന്താ ക്ലാസ്സിൽ മിസ്സായി പോയായിരുന്നു? ക്ലാസ് കയറിയിട്ടില്ല? ഇല്ല, ക്ലാസ് മിസ്സായി. ഓക്കെ, അപ്പൊ നമ്മുടെ റെക്കോർഡ് ക്ലാസ് കാണുന്നോണ്ട് എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതുവരെ നല്ല രീതിയിലൊക്കെ പഠിക്കാം കേട്ടോ. താങ്ക് യു മാഡം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. Billy Billy. Oh. Ah, pipi pipi.